ഒരു വ്യക്തിയിലുള്ള ആത്മപ്രഭാവം അവൻ്റെ ജീവിതത്തെ പ്രഫുല്ലമാക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ ആത്മപ്രഭാവമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്തൊക്കെയാണ് നോക്കാം. തനിക്ക് ലഭിച്ച ജീവിതാനുഗ്രഹത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നതാണ്. എത്രമാത്രം അനുഗ്രഹമാണ് പ്രപഞ്ചത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് നല്ല ബോധമുണ്ട്. വ്യക്തിത്വ വികസനത്തിനും അതേപോലെ തന്നെ ആത്മീയ പരിവർത്തനത്തിനും പരിശീലനം നൽകുന്ന ആചാര്യനായ ശ്രീ ഗിരീഷ് ബോധപൂർണിമ സർ, ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ജീവിത പ്രശ്നങ്ങളിൽ ഒരു ആത്മീയ പരിഹാരം അല്ലെങ്കിൽ ആത്മശക്തി പ്രക്രിയ, ഇതിനെപ്പറ്റി ഒരു വിശദീകരണം തരാമോ? എലിസബത്ത് ചോദിച്ച മാതിരി ആത്മശക്തി പ്രക്രിയ അത് വ്യക്തിത്വ പരിശീലനം, വികസനം എന്നതിലുപരി ഒരു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ സാധാരണ ജീവിതത്തിൽ വ്യക്തിത്വമായിട്ട് പരിമിതപ്പെടുത്തുക ചെയ്യാറ്. അപ്പോൾ ആത്മീയ പരിവർത്തനം അല്ലെങ്കിൽ റെവല്യൂഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിലും കുറച്ചും കൂടി ആഴത്തിൽ അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് പ്രകൃതി എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് ഓരോ വ്യക്തിയെയും കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആത്മശക്തി പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ആത്മശക്തി പ്രക്രിയ എന്നതിന് വിശദീകരണമാണ് ചോദിച്ചത്. അപ്പോൾ ആത്മശക്തി പ്രക്രിയ വിശദീകരിക്കുമ്പോൾ നമുക്ക് ആദ്യം അത് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആത്മപ്രഭാവം എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ആത്മപ്രഭാവം എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളിലും, പ്രകൃതിയിൽ മുഴുവൻ ആത്മപ്രഭാവം ഉണ്ട്. എന്നാൽ മനുഷ്യരിൽ ചില വ്യക്തികളിൽ ആത്മപ്രഭാവം കൂടിയിരിക്കുന്നു. എല്ലാ മനുഷ്യരിലും ഈ ആത്മപ്രഭാവം എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യന്റെ ഓറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? ഓറ വർദ്ധിക്കുന്നത് ആത്മപ്രഭാവം വർദ്ധിക്കുന്നതിന്റെ നേരനുപാതത്തിലാണെന്ന് പറയാം. അതായത് ആത്മപ്രഭാവത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഓറ എന്ന് പറഞ്ഞത്. ഓറ എനർജി ബോഡിയിലുള്ള ഒരു ഫിനോമിനയാണ്, എനർജി ബോഡിയിലുള്ള. അപ്പോൾ ആത്മപ്രഭാവം അതിലും ആഴത്തിലാണ്. ഈ പ്രപഞ്ചത്തിന് ഒന്നാകെ ഒരാത്മപ്രഭാവമാണുള്ളത്. ആത്മപ്രഭാവം പല ജീവിവർഗങ്ങളിൽ, മനുഷ്യരിൽ വ്യത്യസ്തമായ രീതിയിൽ അത് കുറച്ചുകൂടി നമുക്കത് വ്യക്തമാക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ തന്നെ എടുക്കുക. മനുഷ്യരെ തന്നെ എടുക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതം ഒരു ഫ്ലവർ, ഒരു പൂവിനോട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 5 ഇതളുള്ള പൂവാണെങ്കിൽ, ഇപ്പോൾ ഓരോ വ്യക്തിയിലും ഉള്ള ആത്മപ്രഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന്, എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവൻ്റെ ആരോഗ്യം, അവൻ്റെ സമ്പത്ത്, അതുപോലെ തന്നെ അവൻ്റെ സന്തോഷം, ബന്ധങ്ങളിലൊക്കെ അവൻ കാണിക്കുന്ന അവൻ്റെ പ്രഭാവം, അതേപോലെ സെൽഫ് എക്സ്പ്രഷൻ, അവൻ്റെ കഴിവുകൾ ലോകത്തിന് ഉപകാരമായിരിക്കും. സാമൂഹ്യമായിട്ട് മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് എത്രമാത്രം യൂട്ടിലിറ്റി, ഉപകാരം ഉണ്ടാവുന്നു. ഇതെല്ലാം നമുക്ക് ആത്മപ്രഭാവത്തിൻ്റെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ലക്ഷണങ്ങളായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ആത്മപ്രഭാവം എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഈ ആത്മപ്രഭാവം ചിലരിൽ കൂടിയിരിക്കുന്നു, ചിലരിൽ കുറഞ്ഞിരിക്കുന്നു. അത് പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായി ഈ കൂടലും കുറയലുണ്ട്. എന്നാൽ ചുറ്റുപാടിൻ്റെ സമ്മർദ്ദത്താൽ, സാഹചര്യത്താൽ ചിലരിൽ ആത്മപ്രഭാവം കുറഞ്ഞു പോകുന്നു. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ, പരിഹരിക്കാൻ പറ്റും. അതാണ് നമ്മൾ ആത്മശക്തി പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശ്രീബുദ്ധൻ്റെ ആര്യസത്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബുദ്ധൻ്റെ ആര്യസത്യയിൽ ബുദ്ധൻ പറയുന്നുണ്ട്, there are many miseries in this world. ഒരുപാട് ദുരിതങ്ങളുണ്ട്. there must be a solution, reason. There must be a reason. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. If there is a reason, there should be a solution. There must be a solution. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ജീവിതത്തിലെ ആത്മപ്രഭാവം കുറയുന്ന അവസ്ഥ, അതിന് ഒരു കാരണം ഉണ്ടാവും. ആ കാരണങ്ങളെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പരിഹരിക്കുന്ന 4 ഹീലിംഗ് അല്ലെങ്കിൽ 4 പ്രോസസ്സുകളാണ് ആത്മശക്തി പ്രക്രിയയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മപ്രഭാവത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആത്മപ്രഭാവം കുറയുമ്പോൾ അല്ലെങ്കിൽ ആത്മപ്രഭാവം ഉള്ള വ്യക്തികൾ എങ്ങനെയൊക്കെയായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് ഒന്ന് നോക്കാം.
അപ്പോൾ ആത്മപ്രഭാവം ഉള്ള ഒരു വ്യക്തിയിൽ അവൻ ആത്മപ്രഭാവത്തെ നമുക്കൊരു സൂര്യനോട് ഉപമിക്കാം. ഇപ്പോൾ സൂര്യൻ്റെ പ്രഭാവത്തിലാണ് ഈ ഭൂമി മുഴുവൻ ജൈവികമായിട്ട് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഒരു വ്യക്തിയിലുള്ള ആത്മപ്രഭാവം അവൻ്റെ ജീവിതത്തെ പ്രഫുല്ലമാക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ ആത്മപ്രഭാവമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തി തനിക്ക് ലഭിച്ച ജീവിത അനുഗ്രഹത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നതാണ്. എത്രമാത്രം അനുഗ്രഹമാണ് പ്രപഞ്ചത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് നല്ല ബോധമുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക, അങ്ങനെയുള്ളൊരു ബോധത്തെ നമുക്ക് ബ്ലെസ്സിങ്സ് പ്രപഞ്ചത്തിൽ നിന്ന് ഓൾറെഡി ഇപ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന് നമുക്ക് എല്ലാവരും എന്താ പറയുക, എല്ലാവരും സാധാരണയായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. സ്വാഭാവികമായ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ വ്യക്തിത്വ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടും ജീവിതം മാറാൻ വേണ്ടിയിട്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അതല്ല, സ്വാഭാവികമായി തന്നെ ഒരു വ്യക്തി കൃതജ്ഞതയുള്ളവനായിരിക്കും. ഈ ഒരു ആത്മപ്രഭാവമുള്ള വ്യക്തി കൃതജ്ഞതയുള്ളവനായിരിക്കും എന്നുള്ളത്. അതായത് യോഗയിലൊക്കെ പറയുന്നുണ്ട്, ഏറ്റവും എളുപ്പമുള്ള വഴിയും നമുക്ക് യോഗയിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പറയുന്നുണ്ട്. സന്തോഷം യമനിയമങ്ങളിൽ ഒന്നാണ് സന്തോഷമുള്ളവരായിരിക്കുക എന്നുള്ളത്. സന്തോഷം വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്നുള്ളത് നമുക്ക് നിലവിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി ബോധവാനാകുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മപ്രഭാവമുള്ളൊരു വ്യക്തി എപ്പോഴും ഒരു കൃതജ്ഞതയുള്ളവനായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആത്മപ്രഭാവമുള്ളൊരു വ്യക്തിക്ക് ജീവിതത്തിലുള്ള നന്മ തിന്മ, അല്ലെങ്കിൽ സാമൂഹ്യമായൊരു കാര്യമല്ല പറയുന്നത്. നന്മ തിന്മ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവായ കാര്യം, തൻ്റെ വളർച്ചയെ നശീകരിക്കുന്ന എന്താണോ, വളർത്തുന്നത് എന്താണോ അതിനെ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിഞ്ഞ് ഏതാണോ നല്ലത് അതിനെ സ്വീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിത്യമേത് അനിത്യമേത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഇലൂഷൻ, മായിക മതിഭ്രമങ്ങളിൽ പെട്ടുപോയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആത്മപ്രഭാവമുള്ളൊരു വ്യക്തി, ആ വ്യക്തിയിൽ നിക്ഷിപ്തമായ കഴിവ് പ്രപഞ്ചം അവനിൽ നിക്ഷേപിച്ചിട്ടുള്ള, അവനിൽ പ്രഫുല്ലനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കഴിവ് എന്താണെന്ന് അവൻ തിരിച്ചറിയുകയും അതൊരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അവനൊരു ലക്ഷ്യമുണ്ടായിരിക്കും, ഒരു മിഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ പ്രകൃതിയെയും അവന് ആസ്വദിക്കാൻ പറ്റും. എല്ലാത്തിനോടും ഒരു മൈത്രി ഭാവം ഉണ്ടായിരിക്കും. ഫ്രണ്ട്ലിനെസ് എന്ന് പറയും, മൈത്രി ഭാവം ഉണ്ടായിരിക്കും ആത്മപ്രഭാവമുള്ള വ്യക്തിക്ക്. അതായത് ഒരു ആത്മപ്രഭാവമുള്ള വ്യക്തി ഒരു കംപ്ലീറ്റ് കോൺഷ്യസ്നെസ്സിലായിരിക്കും. അങ്ങനെ പറയാമോ അതിനെ? അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക്. അത് കോൺഷ്യസ് ആയ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. കോൺഷ്യസ് എന്ന വാക്ക് ബോധപൂർവ്വം ഞാൻ ഉപയോഗിക്കാതിരുന്നത്, പക്ഷെ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ അവൻ്റെ സഹായം ആവശ്യമുള്ള ആളുകൾക്ക്, അവനിലേക്ക് വളർന്നു വരുന്ന ആളുകളോട് ഒരു കമ്പാഷനേറ്റ് ആയിരിക്കും എപ്പോഴും. കരുണ എന്ന് നമുക്ക് പറയാം. ഇത്രയും ലക്ഷണങ്ങളാണ് ഏകദേശം ആത്മപ്രഭാവമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പോൾ എന്നാൽ പല വ്യക്തിയിലും ഈ ആത്മപ്രഭാവം നഷ്ടമാവുന്നു. അങ്ങനെ ആത്മപ്രഭാവം നഷ്ടമാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മിസറീസ്, കഷ്ടതകൾ, ദുരിതങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് 2 തലങ്ങളിലാണ്. അത് ഒന്ന് മനസ്സിലാണ്, ഒന്ന് നമ്മുടെ ഊർജ്ജതലത്തിലാണ്. മനസ്സിലുള്ള പ്രശ്നങ്ങൾ, അതായത് ആത്മപ്രഭാവം നഷ്ടപ്പെടുമ്പോൾ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 4 പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഇമോഷണൽ ഡിസോസിയേഷൻ പ്രോസസ്സാണ്. 13 വയസ്സിന് ശേഷം ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളായുള്ള അനുഭവങ്ങൾ. അപ്പോൾ ആ വ്യക്തിക്ക് ഇൻസൾട്ടിങ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫിയർഫുള്ളായുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഗ്രീഫ് ഉണ്ടായിരിക്കാം, പലതരം കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ ഷെയ്ഡ് വരും, ചില നിഴലുകൾ വരും. ഈ ദുരിതങ്ങളുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഷെയ്ഡ് വരും. അത് മിസറീസിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിനെ ഹീൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഇമോഷണൽ ഡിസോസിയേഷൻ പ്രോസസ്സ്. അതായത് ഒരു പ്രാവശ്യം ഒരിക്കൽ നമുക്കൊരു ഇമോഷൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെ അസോസിയേറ്റ് ചെയ്തു. ആ അസോസിയേഷൻ ഒഴിവാക്കിയാൽ മാത്രമേ ആ ഷെയ്ഡ് മനസ്സിൽ നിന്ന് പോകുള്ളൂ.
എന്തുകൊണ്ട് 13 വയസ്സെടുത്തു എന്നുള്ളതിന് ഒരു കാരണമുണ്ട്. കാരണം മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് 13 വയസ്സ് വരെയാണ്. അപ്പം മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മനസ്സും ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയേണ്ടി വരും. അതായത് മനുഷ്യനൊരു ബ്രെയിൻ ഉണ്ട് നമുക്കറിയാം. മനസ്സെന്നും നമ്മൾ പലപ്പോഴും മനസ്സിനെ പറ്റിയും ബ്രെയിനിനെ പറ്റിയും പറയുമ്പോൾ നമ്മൾ ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിന് ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. അതായത് മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്, മൈൻഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ അവന് ബ്രെയിൻ മാത്രമേ ഉള്ളൂ, മൈൻഡിൻ്റെ ഭാഗത്ത് വളരെ ചുരുങ്ങിയ സോഫ്റ്റ്വെയർസ് മാത്രമേ ഉള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഒരു കുട്ടിയിൽ മൈൻഡ് മനസ്സെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ രൂപപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങളിൽ നിന്നാണ്, ചുറ്റുപാടുകളിൽ നിന്ന് അവനിൽ മനസ്സ് രൂപപ്പെടുന്നു. ഇത് ഏറ്റവും പുതുതായിട്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് പറയപ്പെടുന്നത് 8 വയസ്സ് കഴിയുമ്പോഴേക്കും മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. പ്രാഥമികമായ പ്രോഗ്രാമിങ്ങുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കും, രൂപീകരിക്കപ്പെട്ടിരിക്കും. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ആ പ്രോഗ്രാമിങ് എക്സ്പാൻഡ് ചെയ്യും, അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യും. 13 വയസ്സ് കഴിഞ്ഞാൽ വ്യക്തികളുടെ മനസ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഏത് പ്രോഗ്രാമിംഗ് ആണോ രൂപീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് അവൻ ജീവിതത്തെ ഉപയോഗിക്കുകയാണ്, ജീവിതത്തിൽ ആ ടൂൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.